ഹെവൻലി മെലോഡീസിൻ്റെ പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്നേഹത്തോടെ സ്വാഗതം. സ്വർഗീയ സംഗീത യാത്രയിൽ ഇന്ന് നമ്മോടൊപ്പം ചേരുന്നത് ഒരു നല്ലൊരു കലാകാരനാണ്. തലശ്ശേരി രൂപതയ്ക്ക് വേണ്ടിയുള്ള ഒരു നവവൈദികനാണ്. നല്ല പാട്ടുകാരൻ അച്ഛനാണ്. ഫാദർ ജിൻസ് ചൊള്ളംപുഴ. ഏറെ സ്നേഹത്തോടെ നമുക്ക് അച്ഛനെ സ്വാഗതം ചെയ്യാം. അച്ഛാ സ്വാഗതം. സുഖാണോ അച്ഛാ? സുഖമായിരിക്കും അച്ഛാ. അച്ഛൻ ഞാൻ വരുന്നത് തലശ്ശേരി അതിരൂപതയിലെ വൈദികനാണ്. എൻ്റെ വീട് കാസർഗോഡ് ജില്ലയിലുള്ള വെള്ളരിക്കുണ്ടടുത്ത് ചുള്ളി എന്ന് പറയുന്ന ഒരു ഗ്രാമത്തിലാണ്. തുടർന്ന് സെമിനാരി പഠനം പൂർത്തിയാക്കി കഴിഞ്ഞ ജനുവരി മാസം 4-ാം തീയതിയായിരുന്നു തിരുപ്പട്ട സ്വീകരണം. ബാക്കി വിശേഷങ്ങൾ ഞാൻ കുറച്ച് പറയാം. അച്ഛന് നമുക്കെല്ലാവർക്കും പരിചയമുള്ളതാണ്. കഴിഞ്ഞ എപ്പിസോഡിൽ അച്ഛൻ ചേച്ചി സിസ്റ്ററുമായിട്ട് ഒരുമിച്ചൊക്കെ പാട്ട് പാടി നമ്മളെല്ലാം കേട്ടതാണ്. അച്ഛൻ്റെ പട്ടം നമ്മളെല്ലാവരും പ്രാർത്ഥിച്ച് അച്ഛനെ അനുഗ്രഹിക്കുകയുണ്ടായി. അങ്ങനെ ചേച്ചി സിസ്റ്റർ ഇങ്ങനെ എൻ്റെ അനിയൻ്റെ പട്ടം വരാൻ പോവുകയാണ്, അപ്പോൾ പ്രാർത്ഥിക്കണം നമ്മളോട് എല്ലാവരും പറഞ്ഞിരുന്നു. നമ്മൾ പ്രാർത്ഥിച്ചിരുന്നു. അസാധ്യ ഗായകനാണ്. നമുക്ക് ലഭിച്ച ഒരു അനുഗ്രഹമാണ് അച്ഛൻ. അപ്പോൾ ആദ്യം തന്നെ അച്ഛൻ ഒരു പാട്ട് പാടി നമുക്ക് ഈ എപ്പിസോഡ് ആരംഭിച്ചാലോ? തീർച്ചയായും. സൃഷ്ടാവാം ദൈവമങ്ങ്, നിത്യനാം ദൈവമങ്ങ്, അങ്ങേ പോലെ ആരുമില്ലേ, അങ്ങേ പോലാരുമില്ലേ. സ്വർഗത്തിലും ഈ ഭൂമിയിലും അങ്ങേ പോലാരുമില്ലേ. സൃഷ്ടാവാം ദൈവമങ്ങ്, നിത്യനാം ദൈവമങ്ങ്, അങ്ങേ പോലെ ആരുമില്ലേ, അങ്ങേ പോലാരുമില്ലേ. സ്വർഗത്തിലും ഈ ഭൂമിയിലും അങ്ങേ പോലാരുമില്ലേ. ആരാധന 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 ആരാധന
കൃപയും കരുതലും ആർക്കും നനയ്ക്കുവാൻ കഴിവതില്ലേ. നാഥാ നിൻ കൃപയും കരുതലും ആർക്കും നനയ്ക്കുവാൻ കഴിവതില്ലേ. നീയല്ലോ നാഥ എന്നുറവിടം, നീയല്ലോ നാഥ എന്നുപനിധി, നീയല്ലോ നാഥ എന്നുറവിടം, നീയല്ലോ നാഥ എൻ ഉപനിധി. ആരാധന 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 ശത്രു മുൻപിൽ മേശയൊരുക്കുന്നു, അഭിഷേക തൈലത്താൽ നിറച്ചിടുന്നു. ശത്രു മുൻപിൽ മേശയൊരുക്കുന്നു, അഭിഷേക തൈലത്താൽ നിറച്ചിടുന്നു. നീയല്ലോ നാഥ എൻ രക്ഷകൻ, നീയല്ലോ നാഥ എൻ മറവിടം, നീയല്ലോ നാഥ എൻ രക്ഷകൻ, നീയല്ലോ നാഥ എൻ മറവിടം. ആരാധന 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 അച്ഛൻ നല്ലൊരു ആരാധന ഗാനം അച്ഛൻ നല്ല ഫീലിങ്ങിൽ വളരെ ഭംഗിയായിട്ട് പാടി. താങ്ക് യു. ഞങ്ങൾക്ക് ആരാധിക്കാനൊക്കെ ഒരു അനുഭവം അച്ഛൻ്റെ പാട്ടിലൂടെ അച്ഛൻ ഞങ്ങൾക്ക് നൽകി. നല്ല ശബ്ദമാണ് അച്ഛൻ. കാരണം ഞാൻ അത്ഭുതപ്പെടുകയാണ്. ഇപ്പോൾ കൊച്ചച്ഛനായി ഒരു വർഷം പോലും ആയിട്ടില്ല പട്ടം കിട്ടിയിട്ട്. പക്ഷെ ദൈവം നല്ലൊരു കുറേ പാടി തെളിഞ്ഞ ഒരു വോയിസ് പോലെ തോന്നി. ഇപ്പോൾ പെട്ടെന്നൊരു പാട്ടുകാരനായതല്ല, പാടി തെളിഞ്ഞ ഒരു വോയിസ് ഉള്ള ഒരു ഫീലിംഗാണ് എനിക്ക് തോന്നിയത്. അത്ര നല്ല ഭംഗിയായിട്ട് എല്ലാം നല്ല വാക്കുകൾ നല്ല ക്ലിയറാണ്, മെലഡി എല്ലാം നല്ല ഭംഗിയായിട്ട്, കോറസൊക്കെ നല്ല ഫീലിംഗ് കൊണ്ട് അച്ഛൻ പാടി. അപ്പോൾ ദൈവത്തിൻ്റെ എന്നാ പറഞ്ഞ ഒരു അത്ഭുതം ആണ് അച്ഛൻ ദൈവം നൽകിയിരിക്കുന്ന ഒരു ശബ്ദം. അത് വളരാൻ വേണ്ടി പരിശ്രമിക്കണം ഉറപ്പായിട്ടും. അപ്പോൾ ഒത്തിരി നന്ദി അച്ഛാ. ഇനി ഇതിൻ്റെ ഈ കിട്ടാനുള്ള ഒരു പാരമ്പര്യമായിരിക്കുമല്ലോ. അപ്പോൾ പ്രധാനമായിട്ടും ചിലപ്പോൾ കുടുംബത്തിൽ നിന്നായിരിക്കും. ചേച്ചി സിസ്റ്റർ കഴിഞ്ഞ എപ്പിസോഡുകളിലൊക്കെ ഉണ്ടായിരുന്നു, പാട്ട് പാടി സൂപ്പർ പാട്ടാണ് ചേച്ചി സിസ്റ്ററും. 3 മക്കളിൽ 2 പേരും ഈ ദൈവവിളിയിലേക്ക് കർത്താവിന് വേണ്ടി വന്നു. അതിനൊപ്പം തന്നെ സംഗീതം കൂടി ആയിട്ടൊക്കെയാണ് മുന്നോട്ട് പോകുന്നത്. അപ്പോൾ ഈ സംഗീതം കിട്ടിയത് കുടുംബത്തിൽ നിന്നാണോ? അപ്പൻ അമ്മ? സംഗീതം കിട്ടിയത് കുടുംബത്തിൽ നിന്ന് തന്നെയാണ്. മമ്മി വളരെ മനോഹരമായിട്ട് പണ്ട് ദേവാലയങ്ങളിലൊക്കെ പാടിക്കൊണ്ടിരുന്നതാണ്. ഇപ്പോൾ പാടുന്നില്ലെങ്കിൽ തന്നെയും തീർച്ചയായിട്ടും ആ ഒരു പാരമ്പര്യമാണ് തീർച്ചയായിട്ടും ഞങ്ങളെയും ഈ ഗാനത്തിൻ്റെ ശുശ്രൂഷയിലേക്ക് എത്തിച്ചതെന്ന് തീർച്ചയായിട്ടും ഞാൻ അത് വിശ്വസിക്കുന്നു. അതുപോലെ തന്നെ ഗാനങ്ങളെ ഒരുപാട് സ്നേഹിക്കുന്ന, പ്രത്യേകിച്ച് ക്രിസ്തീയ ഭക്തി ഗാനങ്ങളെ ഒരുപാട് സ്നേഹിക്കാനായിട്ട് അമ്മ ഞങ്ങളെ പഠിപ്പിക്കുമായിരുന്നു.
അത് കുരിശുവരയുടെ സമയങ്ങളിലാണെങ്കിലും അല്ലെങ്കിൽ ദേവാലയങ്ങളിലാണെങ്കിലും ഗാനങ്ങളോട് കൂടുതൽ താല്പര്യം വരുന്ന രീതിയിലുള്ള പുതിയ പുതിയ പാട്ടുകൾ പഠിപ്പിക്കുക, അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഭക്തകൃത്യങ്ങളിലൊക്കെ ഞങ്ങളെ നിർബന്ധപൂർവ്വം പലപ്പോഴും മമ്മിയും പപ്പായും പങ്കെടുപ്പിക്കാറുണ്ട്. തീർച്ചയായിട്ടും അതിൻ്റെയൊക്കെ ഒരു ബേസ് ആയിരിക്കാം തീർച്ചയായിട്ടും ഈ ഒരു ഗാന ശുശ്രൂഷയിലേക്ക് ഞങ്ങളെ ദൈവം നയിച്ചത് എന്നാണ് തീർച്ചയായിട്ടും ഞാൻ ഇതിൽ വിശ്വസിക്കുക പ്രധാനമായിട്ടും. തീർച്ചയായും. പിന്നെ രണ്ടുപേരും ദൈവവിളിയിലേക്ക് വന്നു, 3 മക്കളിൽ 2 പേരും. അപ്പോൾ അച്ഛൻ ആ ദൈവവിളിയിലേക്ക് വന്നതിൻ്റെ ഇപ്പോൾ ചേച്ചി എന്നെ കണ്ടാണോ, എങ്ങനെയാണ്, ചെറുപ്പത്തിൽ മുതൽ ആഗ്രഹം ഉണ്ടായിരുന്നോ, എപ്പോൾ മുതലാണ് ആ ദൈവവിളി പറ്റി ഒന്ന് പറയാമോ? ദൈവവിളി എന്ന് പറയുമ്പോൾ ഞാൻ ചെറുപ്പം മുതലേ എൻ്റെ വീട് പള്ളിയോട് വളരെ ചേർന്നാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞങ്ങളുടെ ആ ഒരു ജനനം മുതൽ ഞങ്ങൾ പള്ളിയോട് ചേർന്നുള്ള, അല്ലെങ്കിൽ വൈദികരോട് ചേർന്നുള്ള, സിസ്റ്റേഴ്സിനോട് ചേർന്നുള്ള ഒരു ജീവിതമായിരുന്നു തുടക്കം മുതൽ തന്നെ. പപ്പയും അമ്മയും അപ്രകാരമാണ് ഞങ്ങളെ ചെറുപ്പം മുതലേ പഠിപ്പിച്ചത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇടവകയിൽ വരുന്ന എല്ലാ പ്രിയപ്പെട്ട വികാരിയച്ഛന്മാരെയും ഞങ്ങൾക്ക് വളരെ നല്ല പരിചയങ്ങളുണ്ടായിരുന്നു. ഒരുമായിട്ട് നല്ല ബന്ധങ്ങൾ ഞങ്ങൾ പുലർത്തിയിരുന്നു. ഞങ്ങളുടെ കുടുംബങ്ങളുമായിട്ടും ഒരുപാട് നല്ല ബന്ധങ്ങൾ പുലർത്തിയിരുന്നു. തീർച്ചയായിട്ടും അതായിരിക്കാം ഒരു കാരണമായിട്ട് പലപ്പോഴും ഞാൻ ചിന്തിക്കുക. കാരണം പ്രിയപ്പെട്ട ഇടവകക്കാരും അതുപോലെ തന്നെ കുടുംബാംഗങ്ങളും വൈദികർക്ക് കൊടുക്കുന്ന ആ പ്രാധാന്യം, അല്ലെങ്കിൽ ഒരു ഇടവക വൈദികൻ, ഒരു ഇടവക വികാരിയച്ഛൻ, ഇടവകാരിയച്ഛന് നൽകപ്പെടുന്ന ബഹുമാനം, തീർച്ചയായിട്ടും ദൈവത്തിന് വേണ്ടി വിളിക്കപ്പെട്ടവനാണ്, നിയോഗിക്കപ്പെട്ടവനാണ് എന്ന് ആളുകൾ നമ്മളെ പഠിപ്പിക്കുമ്പോഴാണ് തീർച്ചയായിട്ടും അതിൻ്റെ ഒരു വില തീർച്ചയായിട്ടും നമ്മൾ മനസ്സിലാക്കുന്നത്. മറ്റുള്ള അത്ര ശ്രേഷ്ഠതയോടെ കാണുന്ന ആ പൗരോഹിത്യത്തെ സ്വന്തമാക്കണമെന്നുള്ള ആഗ്രഹം തീർച്ചയായിട്ടും അവിടെ നിന്നായിരിക്കാം തീർച്ചയായിട്ടും അതിൻ്റെ ആരംഭം എന്ന് പറയുക. അതുപോലെ തന്നെ എൻ്റെ മമ്മിയുടെ കുടുംബത്തിൽ 2 വൈദികരുണ്ട്. ഒന്ന് മമ്മിയുടെ സ്വന്തം ആങ്ങള അച്ഛനാണ്, ഫാദർ ജോസഫ് മുണ്ടയ്ക്കൽ. അച്ഛൻ CMI സഭാംഗമായിട്ടുള്ളൊരു വൈദികനാണ്. അച്ഛൻ ചെറുപ്പം മുതൽ അച്ഛനെ കണ്ടും ഞങ്ങൾക്കൊരു ഇൻസ്പിറേഷൻ തീർച്ചയായിട്ടും ഉണ്ടായിട്ടുണ്ട് ഈ ഒരു മേഖലയിൽ. അതുപോലെ തന്നെ മമ്മിയുടെ ആങ്ങളയുടെ ഒരു മകനും ഒരു അച്ഛനാണ്, ജേക്കബ് മുണ്ടയ്ക്കൽ. തീർച്ചയായിട്ടും അച്ഛനും ഒക്കെ ഒരുപാട് സപ്പോർട്ട് ഞങ്ങളുടെ ഈ ദൈവവിളിയുടെ യാത്രയിൽ ഞങ്ങൾക്ക് നൽകിയിട്ടുണ്ട്. അതൊക്കെ ആയിരിക്കാം തീർച്ചയായിട്ടും എൻ്റെ ദൈവവിളിയുടെ മുൻപോട്ടുള്ള ഒരു കാരണമായിട്ട്, മുൻപോട്ട് നയിക്കാനായിട്ട് കാരണമായിട്ട് തീർച്ചയായിട്ടും. ഞങ്ങളിപ്പോൾ അച്ഛൻ്റെ ആ പാട്ട് കേട്ടും അനുഭവം കേട്ടും ഒരു ദൈവത്തെ സ്തുതിക്കുന്ന, ആരാധിക്കുന്ന ഒരു അനുഭവത്തിലൂടെ ഞങ്ങളിങ്ങനെ കടന്നു പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അച്ഛൻ്റെ മറ്റൊരു ഗാനം കൂടി കേട്ട് അനുഭവത്തിൽ കടന്നു പോകാൻ ഞങ്ങൾ ആഗ്രഹിക്കുകയാണ്. ഒരു പാട്ട് കൂടി പാടാം. തീർച്ചയായും. കാവൽ വിളക്കേ കാരുണ്യരൂപനേ കാത്തരുളേണമേ യേശുദേവാ. കാവൽ വിളക്കേ കാരുണ്യരൂപനേ കാത്തരുളേണമേ യേശുദേവാ. കാണിക്കയായി എൻ്റെ ജീവിതം നൽകാം, കൂട്ടായി നീ എൻ്റെ കൂടെ വന്നിട്ടേടെ. കാവൽ വിളക്കേ കാരുണ്യരൂപനേ കാത്തരുളേണമേ യേശുദേവാ. കാലമേറെയായി ഞാൻ തിരഞ്ഞു തേടി എൻ്റെ കാലുകൾ കുഴഞ്ഞു, ദേവഗീതരാഗമൊന്നറിഞ്ഞീടാ. കാലമേറെയായി ഞാൻ തിരഞ്ഞു തേടി എൻ്റെ കാലുകൾ കുഴഞ്ഞു, ദേവഗീതരാഗമൊന്നറിഞ്ഞീടാ.
ശ്രീയേശുവേ ഇന്നോളമാ പകരണമേ സിരകളിൽ നീ സങ്കീർത്തന രാവങ്ങളാൽ ഈരാവ് സാന്ദ്ര ഗാനത്തെയം കാവൽ വിളക്കേ കാരുണ്യരൂപനെ കാത്തരുളേണമേ യേശുദേവാ. ജീവനിൽ പറന്നിറങ്ങി താവസൂര്യനായെരിഞ്ഞു കൃത്തിനിന്നു തിങ്കളായുദിക്കേണം. ജീവനിൽ പറന്നിറങ്ങി താവസൂര്യനായെരിഞ്ഞു കൃത്തിനിന്നു തിങ്കളായുദിക്കേണം. ശ്രീയേശുവേ വിടരണമേ നറുപുഷ്പമായൻ ഉപവനത്തിൽ. കണ്ണാണു നീ കാതാണു നീ കരളാണു നീ മോഹ സ്വപ്നം കാവൽ വിളക്കേ കാരുണ്യരൂപനേ കാത്തരുളേണമേ യേശുദേവാ. കാവൽ വിളക്കേ കാരുണ്യരൂപനേ കാത്തരുളേണമേ യേശുദേവാ. കാണിക്കയായി എൻ്റെ ജീവിതം നൽകാം കൂട്ടായി നീ എൻ്റെ കൂടെ വന്നിട്ടേണേ കാവൽ വിളക്കേ കാരുണ്യരൂപനേ കാത്തരുളേണമേ യേശുദേവാ. അസാധ്യമായിട്ട് പാടി. ഞാൻ വണ്ടർ അടിക്കുക. ഞാൻ മാത്രമല്ല, എല്ലാവരും അങ്ങനെ തന്നെ ആയിരിക്കും. കാരണം ഈ ശരീരത്തിൽ നിന്ന് എന്ത് നല്ല വോയിസ് അച്ഛൻ്റെ. ഞാൻ ഓർക്കണ ഇപ്പം അച്ഛനെ ഒരു സ്റ്റേജിൽ കയറി ഇങ്ങനെ പാടുവാനായിട്ട് ഇങ്ങനെ പോകുമ്പോൾ ആൾക്കാർ കാണുമ്പോൾ ഇത്രയൊന്നും പ്രതീക്ഷിക്കുകയില്ല. കാരണം വെച്ചാൽ കുഞ്ഞു ശരീരം. പക്ഷെ പാടി തുടങ്ങുമ്പോൾ എല്ലാവരും വണ്ടർ സ്റ്റക്കായി പോകും. കാരണം അത്രമാത്രം ഡെപ്തും തുറന്നുള്ള വാക്ക് ക്ലാരിറ്റിയും സൂപ്പർ അച്ഛൻ. അടിപൊളിയായിട്ട് പാടി. താങ്ക് യു. കഴിഞ്ഞ എപ്പിസോഡിൽ ഇങ്ങനെ ജസ്റ്റ് പറഞ്ഞതായിട്ട് ഓർക്കും. അച്ഛൻ ഒട്ടും പഠിച്ചിട്ടില്ല പാട്ട്. ഇല്ല, മ്യൂസിക് പഠിച്ചിട്ടില്ല. അതെ അതെ, പ്രിയമുള്ളവരെ, സംഗീതം ബേസ് പോലും ഇല്ല, എന്ന് വെച്ചാൽ പഠിച്ചിട്ടില്ല ഒട്ടും. എന്നിട്ട് ഇത്രമാത്രം ഭംഗിയിൽ ദൈവം ഇത്രമാത്രം അനുഗ്രഹം നൽകിയിട്ടുണ്ടെന്നാണ്. അപ്പോൾ അച്ഛന് ഇനിയും കൂടുതൽ പഠിക്കണം. നന്നായിട്ട് പഠിച്ചു കഴിഞ്ഞാൽ വേറെ ഒരു എന്താ പറഞ്ഞാൽ നമ്മൾ പ്രതീക്ഷിക്കുന്നതിന് അപ്പുറത്തേക്ക് പോകും. ഇപ്പം തന്നെ എനിക്ക് അത്ഭുതം വന്നുപോയി. അച്ഛനായിട്ട് പോലും അല്ലേ, കുറച്ച് മാസങ്ങളായിട്ടുള്ളൂ. പക്ഷെ നല്ല വോയിസും ദൈവം നന്നായിട്ട് അനുഗ്രഹിക്കുന്നുണ്ട്. ഈ ഒരു ശബ്ദം മറ്റുള്ളവർക്ക് ആശ്വാസമായിട്ടും ദൈവത്തിൽ ആനന്ദിക്കുവാനും ഒക്കെയായിട്ട് ഇടവരുത്തുന്ന ഒരു കേട്ട് കഴിയുമ്പോൾ ഒരു ആത്മീയ ഉണർവാണ്. നേരത്തെ മുമ്പ് പാടിയ പാട്ട് ഒരു ആരാധന, എന്നാ പറഞ്ഞ ശാന്തമായിട്ട് ഇരുന്ന് കേൾക്കാനും ഇതൊരു എനർജിയുള്ള ഒരു കൈയടിച്ചു പോകും. പാട്ട് കഴിയുമ്പോൾ കൈയടിച്ചു പോകും. ദൈവം അനുഗ്രഹിക്കട്ടെ അച്ഛാ. താങ്ക് യു. അപ്പോൾ ദൈവവിളിയുടെ കാര്യങ്ങൾ അച്ഛൻ ഇതിൻ്റെ ഇടയ്ക്ക് പറയുന്നുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ആലോചിക്കുകയാണ്, 3 മക്കൾ 2 പേരും ദൈവവിളിക്കായിട്ട് പോയപ്പോൾ അപ്പനും അമ്മ അവർ എങ്ങനെയായിരുന്നു? വിഷമം ഉണ്ടായിരുന്നു? ഇല്ല, അവർ പപ്പയും അമ്മയും നേരത്തെ മുതലേ ഞങ്ങളുടെ തീരുമാനങ്ങളോട് അവർ തികഞ്ഞ ബഹുമാനം പുലർത്തിയിരുന്നു. അവർ ഞങ്ങളുടെ ഇഷ്ടമനുസരിച്ച് ഞങ്ങളുടെ ലൈഫുകൾ ക്രമീകരിക്കാനായിട്ട് അവർ അതിനുള്ള ഫ്രീഡം ഞങ്ങൾക്ക് തന്നിട്ടുണ്ട് നേരത്തെ മുതൽ തന്നെ. ഒറ്റ മകനേ ഉള്ളൂ, ദൈവവിളിക്കായിട്ട് പോകരുത് എന്ന് ഒരുപാട് ആളുകൾ എന്നോട് പറഞ്ഞിരുന്നു. എൻ്റെ കുടുംബത്തിലുള്ള ആൾക്കാർ അവർ സ്നേഹം കൊണ്ടാണ് പറയുന്നത്. തീർച്ചയായിട്ടും അപ്പനും അമ്മയും ആരും നോക്കും എന്നുള്ള ഒരു ചിന്തയിൽ അവരെന്നോട് പറഞ്ഞിരുന്നു എല്ലാവരും. പക്ഷെ അവരെന്നോട് ഒരു നിമിഷം പോലും അല്ലെങ്കിൽ ഒരു വാക്ക് പോലും അത്തരത്തിലായിട്ട് അവരുടെ ഇഷ്ടം ഉണ്ടെങ്കിൽ പോലും അവർ ഞങ്ങളെ അറിയിച്ചിട്ടില്ല. ഒരു വാക്കുകൊണ്ട് പോലും അത്തരത്തിൽ അവർ ഞങ്ങളോട് പറഞ്ഞിട്ടുമില്ല. അത്രമാത്രം ഞങ്ങളുടെ ഫ്രീഡത്തെ അവർ ബഹുമാനിച്ചിരുന്നു. പൗരോഹിത്യത്തെ അത്രമാത്രം അവർ സ്നേഹിക്കുന്നു. ഒരു വാക്കുകൊണ്ട് പോലും ഇത് പോണോ എന്നുള്ള ചിന്ത പോലും അവർ വരുത്തിയില്ലെന്നുള്ളത് ശരിയാണ്. ഒരു മകൻ അല്ലേ, അവരുടെ ആ പ്രാർത്ഥനയൊക്കെ ആയിട്ട് തീർച്ചയായിട്ടും അവരുടെ പ്രാർത്ഥന തന്നെയാണ് സെമിനാരി ലൈഫ് മുഴുവൻ
എല്ലാ കാലഘട്ടങ്ങളിലും പ്രതിസന്ധികൾ നേരിടുന്ന സമയങ്ങളിലും ഒക്കെ ദൈവമുള്ള സംശയങ്ങൾ തോന്നുന്ന സമയങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. തീർച്ചയായിട്ടും ആ സമയങ്ങളിലെല്ലാം ഇവരുടെ പ്രാർത്ഥനയാണ് നമ്മളെ മുൻപോട്ട് നയിച്ചത് എന്നുള്ളതിൽ ഒരു സംശയമില്ല. പല ജോലി മേഖലയൊക്കെ ഉണ്ടെങ്കിലും അതെല്ലാം മാറ്റി വെച്ചുകൊണ്ട് ഒരു ചിന്ത കൊണ്ട് പോലും അങ്ങോട്ടൊന്നും പോകാതെ അച്ഛനെ ഈശോയുടെ വിളി കേട്ട് ഒരു അഭിഷിക്തനായി മാറി പട്ടത്തിന് ഞങ്ങളെല്ലാവരും പ്രാർത്ഥിച്ചിരുന്നു. തുടർന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുക വെച്ചാൽ അച്ഛൻ്റെ പാട്ട് തന്നെ ഏറെ ദൈവാനുഗ്രഹപ്രദമാകട്ടെ, അനേകർക്ക് അതൊരു അനുഗ്രഹവും ആശ്വാസവുമായിട്ട് മാറട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. ഞങ്ങൾ പ്രാർത്ഥന എപ്പോഴും അച്ഛൻ്റെ കൂടെ ഉണ്ടായിരിക്കും. താങ്ക് യു അച്ഛൻ. പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുന്നതിൽ ഒത്തിരി നന്ദി. തുടർന്നുള്ള പൗരോഹിത്യ യാത്ര ആരംഭിച്ചിട്ടേ ഉള്ളൂ. തീർച്ചയായിട്ടും മുൻപോട്ട് ഒരുപാടുണ്ട് എന്നുള്ളതറിയാം. തീർച്ചയായിട്ടും പ്രാർത്ഥനകൾ തീർച്ചയായിട്ടും ഞങ്ങൾക്ക് ഒത്തിരി ആവശ്യമുള്ള കാര്യമാണ്. ഞങ്ങൾ തുടർന്ന് പ്രാർത്ഥിക്കും. അതിൻ്റെ ഒരു ചെറിയൊരു ഉദ്ദേശം എന്നല്ല, തിരക്കായിരിക്കും. എൻ്റെ ഇടയിൽ മ്യൂസിക് പഠിക്കാനും കൂടി ഒരു സാധ്യത ഉണ്ടെങ്കിൽ കളയരുത് അച്ഛാ. അതൊരു ഹമ്പിൾ റിക്വസ്റ്റാണ്. തീർച്ചയായും. താങ്ക് യു അച്ഛാ. പ്രിയപ്പെട്ട വിനിലച്ഛൻ്റെ ഒരു ഗാനം നിങ്ങൾ കേൾക്കാനായിട്ട് ആഗ്രഹമുണ്ട്. എല്ലാ എപ്പിസോഡിലും പല ആളുകളും വെയിറ്റ് ചെയ്യുന്നത് പ്രിയപ്പെട്ട വിനിലച്ഛൻ്റെ ഒരു ഗാനത്തിന് വേണ്ടി കൂടിയാണ്. അപ്പോൾ തീർച്ചയായിട്ടും അതിനുള്ള സമയമായിരിക്കും ഞാൻ വിശ്വസിക്കുന്നു. പ്രത്യേകമായിട്ട് പ്രിയപ്പെട്ട വിനിലച്ഛൻ്റെ ഒരു ഗാനം പ്രത്യേകമായിട്ട് ഒന്ന് ആലപിക്കുകയാണെങ്കിൽ സന്തോഷമായിരുന്നു, ഞങ്ങൾക്കും പ്രേക്ഷകർക്കും പ്രത്യേകിച്ച്. ഒരു ഗാനം പാടാം. ഇതിപ്പോൾ ദൈവവിളിയുടെ ഒരു സംഭവത്തിലൂടെയാണല്ലോ, അനുഭവത്തിലൂടെയാണ് ഞങ്ങളെല്ലാവരും അച്ഛനെ കേട്ടുകൊണ്ടിരിക്കുകയാണ്, അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ പാട്ട് ചേട്ടനും ഞാനും കൂടി പാടിയൊരു പാട്ടാണ്. ഈ പാട്ടിൻ്റെ പ്രത്യേകത, ഇതും ഒരു ദൈവവിളി കുടുംബത്തിൽ നിന്നാണ്. അപ്പനും അമ്മ 4 മക്കൾ. 4 മക്കളിൽ 3 പേരും അച്ഛന്മാർ. അതിലൊരച്ഛൻ എൻ്റെ കൂടെ ഉണ്ടായിരുന്നു, ക്ലരീഷ്യൻ സഭ അംഗമാണ്, ജോയിസ് ആറ്റിച്ചാലിൽ. അദ്ദേഹം മൂത്ത സഹോദരൻ. പിന്നെ ഇളയ 2 പേര്, അവരും അച്ഛന്മാരാണ്. ഒരാൾ ജിനോ അച്ഛൻ പാലാ രൂപതയ്ക്ക് വേണ്ടി, മറ്റൊരാൾ ജിസ്ലെറ്റ് അച്ഛൻ CST സഭാംഗമാണ്. അപ്പോൾ 4 മക്കളിൽ 3 പേരും അച്ഛന്മാരാണ്, കൊച്ചച്ഛന്മാരാണ്. അധികം എന്ന് വെച്ചാൽ ഏജ് വലിയ വ്യത്യാസമൊന്നുമില്ല, കൊച്ചച്ഛന്മാരാണ്. അപ്പോൾ ഈ പാട്ട് എഴുതിയിരിക്കുന്നത് ഇവരുടെ അപ്പൻ ഒരു ദിവസം ഇങ്ങനെ, അവർ നല്ല പാട്ടുകൾ എഴുതും. അങ്ങനെ ഈ മക്കളെ ഓർത്ത്, മക്കളുടെ ബലിപീഠം ഓർത്ത് അവർക്ക് വേണ്ടി പ്രാർത്ഥിച്ച് ഈ അപ്പൻ എഴുതിയ വരികളാണ്. അതാണ് ഈ പാട്ടിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത തന്നെ. ചോരമണക്കുമി യാഗപീഠത്തിൽ നിന്ന് പറഞ്ഞ് തുടങ്ങുന്ന ഒരു വെറൈറ്റി ആയിട്ടുള്ള വരികളാണ്. ഇതിൻ്റെ ശക്തിയൊക്കെ ഈ അപ്പൻ നൽകിയ വരികളാണ്. അപ്പോൾ ആ പാട്ട് പാടുകയാണ്. അതൊരു ഭാഗ്യമായിട്ട് പാടാൻ ചേട്ടനും എനിക്കും സാധിച്ചൊരു ഭാഗ്യമായിട്ട് കണക്കാക്കുകയാണ്. അപ്പോൾ അതൊരു നല്ലൊരു ദൈവവിളി കുടുംബമാണ്. അപ്പോൾ ഈ ഒരു എപ്പിസോഡ് അവസാനിക്കുന്ന തൊട്ട് മുമ്പ് ഈ ഒരു പാട്ട് ഞാൻ പാടാം. അണയുന്നിതാ ഞങ്ങൾ ബലിയേകുവാൻ, ചങ്കുപിളർന്നു തുറന്നൊരാ സ്വർഗത്തിൽ ഈ ബലി സ്വീകരിച്ചിടമേകണേ. ചോരമണക്കുമയാകപീഠത്തിൽ അണയുന്നിതാ ഞങ്ങൾ ബലിയേകുവാൻ. തിരുച്ചോരയാ എൻ പാപമാലിന്യം അനുരഞ്ജിതരായി തീരാം. കഴുകിടാം തിരുച്ചോരയാ എൻ പാപമാലിന്യം
വിശുദ്ധി തുളുമ്പും ഈ ബലിയർപ്പിച്ചിട്ടത്യുന്നത അങ്ങേ ആരാധിക്കാം. വിശുദ്ധി തുളുമ്പും ഈ ബലിയർപ്പിച്ചിട്ടത്യുന്നത അങ്ങേ ആരാധിക്കാം. അണയാമീ ബലിപീഠേ അരുമപിതാവിൻ ചാരേ അനുതാപത്താലുരുകി അർപ്പിച്ചിടാം തിരുയാഗം. അണയാമീ ബലിപീഠേ അരുമപിതാവിൻ ചാരേ അനുതാപത്താലുരുകി അർപ്പിച്ചിടാം തിരുയാഗം. ചാട്ടവാറായി വിരൂപമായി നിൻ തിരുപൊന്മേനി എന്നാവിലപ്പമായി മാറി. ചാട്ടവാറായി വിരൂപമായി നിൻ തിരുപൊന്മേനി എന്നാവിലപ്പമായി മാറി. ജീവജലത്തിൻ നിറവായി മാറിടും അത്യുന്നത അങ്ങേ ആരാധിക്കാം. ജീവജലത്തിൻ നിറവായി മാറിടും അത്യുന്നത അങ്ങേ ആരാധിക്കാം. ചോരമണക്കുമയാഗപീഠത്തിൽ അണയുന്നിതാ ഞങ്ങൾ ബലിയേകുവാൻ. ചങ്കുപിളർന്നു തുറന്നൊരാ സ്വർഗത്തിൽ ഈ ബലി സ്വീകരിച്ചിടമേകണേ. ചോരമണക്കുമയാഗപീഠത്തിൽ അണയുന്നിതാ ഞങ്ങൾ ബലിയേകുവാൻ. അണയാമീ ബലിപീഠേ അരുമപിതാവിൻ ചാരേ അനുതാപത്താലുരുകി അർപ്പിച്ചിടാം തിരുയാഗം. അണയാമീ ബലിപീഠേ അരുമപിതാവിൻ ചാരേ അനുതാപത്താലുരുകി അർപ്പിച്ചിടാം തിരുയാഗം. അച്ഛൻ വളരെ മനോഹരമായിരിക്കുന്നു. ഈ വരികൾക്ക് ഒരു കോംപ്രമൈസും ഇല്ലാതെ ഇതിന് സംഗീതം നൽകി. ഇതിന് സംഗീതം ഭയങ്കര ഒരു നല്ല ഫീലിംഗ് വരുത്തിയത് ഞങ്ങളുടെ തന്നെ വർഗീസ് പാലാട്ടി എന്നൊരു അച്ഛനാണ്. ക്ലരീഷ് സഭാംഗമാണ്. അച്ഛൻ നിരവധി പാട്ടുകൾ എഴുതിയിട്ടുണ്ട്, പാട്ടുകൾക്ക് സംഗീതമൊക്കെ നൽകിയിട്ടുണ്ട്. അപ്പോൾ ഒത്തിരി നന്ദി അച്ഛാ. ഈ ഒരു നിമിഷം ഒരിക്കൽ കൂടി ദൈവവിളിയുടെ ഒരു മാഹാത്മ്യം അച്ഛൻ്റെ സാന്നിധ്യത്തിൽ വീണ്ടും വീണ്ടും ഞങ്ങൾക്ക് മനസ്സിലാക്കി തന്നു. അച്ഛൻ്റെ പാട്ടും ഒക്കെയായിട്ടൊക്കെ എത്രയോ അഭിഷേകമുള്ള അച്ഛനാണെന്ന് ഞങ്ങൾക്ക് മനസ്സിലാക്കി. ഈ അഭിഷേകം നഷ്ടപ്പെടുത്താതെ പ്രാർത്ഥിച്ചും പാട്ടുപാടിയും പ്രസംഗമൊക്കെ പറഞ്ഞും കർത്താവിനെ എത്തിക്കാൻ പറ്റുന്നിടത്തൊക്കെ ഈശോയെ എത്തിക്കുവാനായിട്ട് വലിയൊരു അനുഗ്രഹമായിട്ട് തമ്പുരാൻ്റെ പ്രിയപ്പെട്ട മകനായിട്ട് അച്ഛൻ വീണ്ടും വീണ്ടും ഈശോയ്ക്ക് വേണ്ടി ജ്വലിക്കട്ടെ എന്ന് ഞാനും ഞങ്ങളെല്ലാവരും ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുകയാണ്. ഹെവലി മെലോഡീസിൻ്റെ എപ്പിസോഡ് ഇവിടെ പൂർണ്ണമാവുകയാണ്. പുതിയ പാട്ടുകളും പുതിയ വിശേഷങ്ങളുമായിട്ട് നമുക്ക് വീണ്ടും കാണാം അടുത്ത എപ്പിസോഡിൽ. താങ്ക് യു. കാവൽ വിളക്കേ കാരുണ്യരൂപനേ കാത്തരുളേണമേ യേശുദേവാ. കാവൽ വിളക്കേ കാരുണ്യരൂപനേ കാത്തരുളേണമേ യേശുദേവാ. കാണിക്കയായി എൻ്റെ ജീവിതം നൽകാം. കൂട്ടായി നീ എൻ്റെ കൂടെ വന്നിട്ടേണേ